ലോകരാജ്യങ്ങൾ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ദുരന്തങ്ങൾ വർദ്ധിച്ചു വരുന്നു. കാലാവസ്ഥാ വ്യതിയാനം ദോഷകരമാകുന്നു. ജനങ്ങൾ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരുന്നു. ദാരിദ്ര്യം പോലുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായി പ്രയാസപ്പെടുന്നു. തുടങ്ങിയ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ലോകരാജ്യങ്ങളിലെ വ്യവസായവൽക്കരണം, ജനപ്പെരുപ്പം, വർദ്ധിച്ചു വരുന്ന അർബനൈസേഷൻ തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഇതിന് കാരണമായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വ്യവസായവൽക്കരണം. വ്യവസായവൽക്കരണം ലോകരാജ്യങ്ങളിലെല്ലാം വൻ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അനേക ലക്ഷം പേർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. നിരവധി വ്യവസായശാലകൾ വന്നതിലൂടെ സാമ്പത്തിക പുരോഗതി വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ സിറ്റികൾ വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത നിലവാരത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്, വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും യാതൊരു മാറ്റവുമില്ല. പക്ഷേ ആ മാറ്റങ്ങൾ ഉണ്ടായതിനോടൊപ്പം തന്നെ അത് വരുത്തി വച്ചിരിക്കുന്ന ദോഷങ്ങളും വളരെ വലുതാണ്. കാലാവസ്ഥയിലുണ്ടായ മാറ്റത്തിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന പൊല്യൂഷനാണ്. ജലത്തിൽ കൂടെ ആയാലും ശരി, വായുവിൽ കൂടെ ആയാലും ശരി, കരയിലൂടെ ആയാലുമുള്ള മലിനീകരണം വർദ്ധിച്ചു വരികയാണ്. അതുപോലെ തന്നെ നമ്മൾ വളരെയധികം കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ പലവിധ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് സാമ്പത്തികമായി പുരോഗമിച്ചു എങ്കിൽ പോലും ഇപ്പോഴും അനേകം ലക്ഷം പേർ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ്. അതുപോലെ തന്നെ കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വിദ്യാഭ്യാസ അവസരങ്ങൾ ലഭിക്കാത്തവരുടെ എണ്ണം ലോകരാജ്യങ്ങളിലെല്ലാം വർദ്ധിക്കുന്നില്ല, പക്ഷേ ഇപ്പോൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വിഭവങ്ങളുടെ കാര്യത്തിലായാലും ശരി, കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അങ്ങനെയുള്ള നിരവധി പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിന് ലോകരാജ്യങ്ങളിലെല്ലാം കൂട്ടായ ഒരു ശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുസ്ഥിര വികസനത്തിന് വേണ്ടി ഇന്ന് ലോക ജനത നേരിടുന്ന കുടിവെള്ള പ്രശ്നമായാലും ശരി, ദാരിദ്ര്യമായാലും ശരി, തൊഴിലില്ലായ്മയായാലും ശരി, വർദ്ധിച്ചു വരുന്ന അസമത്വങ്ങളായാലും ശരി, സമാധാനത്തിനുണ്ടാകുന്ന ദോഷമായാലും ശരി, അങ്ങനെയുള്ള ബഹുഭൂരിപക്ഷമുള്ള പ്രശ്നങ്ങളെയും തരണം ചെയ്യുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തുന്ന ഒരു പ്രധാന പ്രവർത്തനമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ മില്ലീനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു. ഇപ്പോൾ നമ്മൾ 2030 നമ്മൾ പൂർത്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് ഗോൾസാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളിലെല്ലാം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സുസ്ഥിര വികസനത്തെക്കുറിച്ച് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് ആഗോളതലത്തിൽ തന്നെ അതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചിട്ടുണ്ട്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പ്രിലിമിനറി പരീക്ഷ, NDA പരീക്ഷ, അതുപോലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ബഹുഭൂരിപക്ഷം എല്ലാ പരീക്ഷകളും, അത് HSA സോഷ്യൽ സ്റ്റഡീസ് ആയാലും ശരി, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയാലും ശരി, ബീറ്റ് പോലീസ് ഓഫീസറുടെ തസ്തിക ആയാലും ശരി, എക്സൈസ് ഇൻസ്പെക്ടർ, പോലീസ് ഇൻസ്പെക്ടർ തുടങ്ങിയ എല്ലാ തസ്തികകളിലും സുസ്ഥിര വികസനത്തെ സംബന്ധിച്ച്, കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ വരാറുണ്ട്. അതുമാത്രമല്ല സിലബസിൽ തന്നെ പല പരീക്ഷകളിലെയും സിലബസിൽ തന്നെ സുസ്ഥിര വികസനം എന്ന വിഷയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ നേതൃത്വത്തിൽ
പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്നവർക്ക് വേണ്ടി ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് ഒരു ചെറു വീഡിയോ ആണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ആ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ എൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ആഗോള വികസന ലക്ഷ്യങ്ങളാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസും. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും സുസ്ഥിര വികസനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ചർച്ചകൾ ആരംഭിച്ചിരുന്നു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 1960 കൂടിയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചത്. 1960 പ്രസിദ്ധീകരിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണ് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകൾ ആഗോളതലത്തിൽ ആരംഭിച്ചത്. ഈ പുസ്തകത്തിൽ റേച്ചൽ കാഴ്സൺ പറയുന്നത് DDT എന്ന് പറയുന്ന കെമിക്കൽ മനുഷ്യൻ്റെയും ഏത് രീതിയിൽ മനുഷ്യൻ്റെ ആരോഗ്യത്തെ ഏത് തരത്തിൽ ബാധിക്കുമെന്നും മണ്ണിനെ എത്രത്തോളം ദോഷകരമാകുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള ഭാവനാത്മകമായ ഒരു പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണ് ആഗോളതലത്തിൽ തന്നെ ചിന്തകന്മാരും ശാസ്ത്രജ്ഞരുമൊക്കെ ഈ വഴിക്ക് അല്ലെങ്കിൽ സുസ്ഥിര വികസന വഴിയിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ 1972 ആദ്യമായി ഒരു അന്താരാഷ്ട്ര തലത്തിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ചർച്ച നടക്കുന്നത് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സുസ്ഥിര വികസനം സുസ്ഥിര വികസനം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ള അല്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വേദിയായത് 1972 സ്വീഡനിലെ സ്റ്റോക്ക്ഹോം കോൺഫറൻസിലൂടെയാണ്. 1972 അത് ഇത്തരത്തിൽ നടക്കുന്ന ആദ്യത്തെ അന്താരാഷ്ട്ര ചർച്ചാവേദിയായിരുന്നു 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. ഇതിൽ പ്രധാനമായ ഒട്ടനവധി കാര്യങ്ങളാണ് ഈ പ്രകൃതി വിഭവ സംരക്ഷണവുമായി നടന്നത്. ഒന്ന് എന്ന് പറയുന്നത് പ്രധാനമായും 26ലധികം തത്വങ്ങളാണ് ഈ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി അംഗീകരിച്ചത്. അത് മാത്രമല്ല, പ്രകൃതി സംരക്ഷണത്തെ ഒരു പ്രധാന അജണ്ടയായി ആദ്യമായും അന്താരാഷ്ട്ര തലത്തിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ചർച്ച ഇത് തന്നെ സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിലാണ്. അതുപോലെ തന്നെ 3 പ്രധാനമായ കാര്യങ്ങളാണ് അവിടെ തീരുമാനിക്കപ്പെട്ടത്. ഒന്ന്, ഗ്ലോബൽ എൻവയറൺമെൻറ്റ് അസസ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു പദ്ധതി. 2, എൻവയറൺമെൻറ്റ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടിയുള്ളൊരു പദ്ധതി. 3, അന്താരാഷ്ട്ര സഹകരണത്തിന് വേണ്ടിയുള്ളൊരു പദ്ധതി. അങ്ങനെ 3 പ്രധാന പദ്ധതികളോടുകൂടിയാണ് ഈ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് അവസാനിപ്പിച്ചത്. അതോടൊപ്പം തന്നെ യുണൈറ്റഡ് നേഷൻസ് എൻവയറൺമെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിനും അതായത് കോൺഫറൻസ് ആരംഭിക്കപ്പെട്ട ജൂൺ 5 ആഗോളതലത്തിൽ തന്നെ വേൾഡ് എൻവയറൺമെൻറ്റ് ഡേ ആയി അംഗീകരിക്കാനും ആഘോഷിക്കുവാനും ഈ സ്റ്റോക്ക്ഹോം കോൺഫറൻസാണ് തീരുമാനമെടുത്തത്. അങ്ങനെ പലതുകൊണ്ട് പറയുവാണെങ്കിൽ ആദ്യത്തെ അന്താരാഷ്ട്ര തലത്തിൽ ഈ എൻവയറൺമെൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി നടന്ന അല്ലെങ്കിൽ സുസ്ഥിര വികസനത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ കോൺഫറൻസായി 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിനെ നമുക്ക് വിലയിരുത്താം. ഐക്യരാഷ്ട്രസഭ 1983 ഒരു കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. ആ കമ്മീഷൻ്റെ പേരാണ് ബ്രെഡ്ലാൻഡ് കമ്മീഷൻ. കമ്മീഷൻ അതിൻ്റെ പ്രധാനമായും ലക്ഷ്യമെന്ന് പറയുന്നത് എ ഗ്ലോബൽ അജണ്ട ഫോർ ചേഞ്ച് എന്നുള്ള ആവശ്യത്തിലേക്ക് വേണ്ടിയാണ് ഈ കമ്മീഷൻ്റെ പഠന വിഷയത്തിന് വേണ്ടി അല്ലെങ്കിൽ പഠിക്കാനായി ചുമതലപ്പെടുത്തിയത്. ആ കമ്മീഷൻ 1987 അവർ കോമൺ ഫ്യൂച്ചർ എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് ശരിയായ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നത് ഈ കമ്മീഷൻ ആണ്. ഈ കമ്മീഷൻ പ്രകാരം അല്ലെങ്കിൽ കമ്മീഷൻ്റെ അഭിപ്രായത്തിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്
sustainable development as the development that meet the needs of the present generation without compromising the ability of future generations to meet their needs. അല്ലെങ്കിൽ മറ്റൊരു പറയുകയാണെങ്കിൽ ഭാവി തലമുറയുടെ വികസനാവശ്യങ്ങൾക്ക് ഭംഗം വരാതെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്ന ഒരു വികസനമായിരിക്കണം സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അപ്പോൾ ആ സുസ്ഥിര വികസന മേഖലയിൽ വളരെ ഒരു പരിവർത്തനത്തിന് വിധേയമായ ഒരു റിപ്പോർട്ടായിരുന്നു ബ്രെഡ് ലൈൻ കമ്മീഷൻ റിപ്പോർട്ട്. പല പരീക്ഷയ്ക്കും ഈ ബ്രെഡ് ലൈൻ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അത് 1987 റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ പേര് അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു. അടുത്തതായി നമുക്ക് ഈ സുസ്ഥിര വികസനത്തെ സംബന്ധിച്ച് നാൾവഴിയെ കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബ്രസീലിലെ റിയോയിൽ ഒരു എർത്ത് സമ്മിറ്റ് 1992 കൂടി. ആ എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്നതായിരുന്നു ആ സുസ്ഥിര വികസനത്തെ സംബന്ധിച്ചുള്ള അടുത്ത ഒരു ശരിയായ ഒരു കാൽവെയ്പ്പ് നടന്നത്. അപ്പോൾ ആ എർത്ത് സമ്മിറ്റിൽ പ്രധാനമായും 27 പ്രിൻസിപ്പിൾസ് അത് അംഗീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ഒരു എൻറ്റിറ്റിക്ക് രൂപം കൊടുക്കുകയും ഉണ്ടായി. അതുപോലെ തന്നെ ഡിക്ലറേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ 21 അജണ്ട 21 തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ ബ്രസീലിൽ നടന്ന 1992 നടന്ന എർത്ത് സമ്മിറ്റിന് വേദിയാവുകയുണ്ടായി. അതായിരുന്നു സുസ്ഥിര വികസനം സംബന്ധിച്ച് ഓർത്തിരിക്കേണ്ട മറ്റൊരു ക്രമം. 1992 എർത്ത് സമ്മിറ്റ് പ്രധാനമായും നടന്നത് ബ്രസീലിലാണ്. 1992 എർത്ത് സമ്മിറ്റ് നടന്നത്. 2000 ഐക്യരാഷ്ട്രസഭ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് അവതരിപ്പിച്ചത്. അതായത് 2015 പൂർത്തീകരിക്കുവാനായിട്ടാണ് ലക്ഷ്യമിട്ട ഒരു 8 വികസന ലക്ഷ്യങ്ങളായിരുന്നു മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പോവർട്ടി ഇറാഡിക്കേഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ജെൻഡർ ജസ്റ്റിസിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ചൈൽഡ് മോർട്ടാലിറ്റി കുറയ്ക്കുക, അതുപോലെ തന്നെ മെറ്റേണൽ ഹെൽത്ത് നമ്മൾ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ നമുക്ക് എൻവയറമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റു ലോകരാജ്യങ്ങളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ നമ്മൾ ലോകരാജ്യങ്ങളിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പ്രധാനമായിട്ടും HIV ആയാലും ശരി, മറ്റു മലേറിയ പോലുള്ള ഇതിനെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള 8 പദ്ധതികളായിരുന്നു മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൽ നമുക്കുണ്ടായിരുന്നത്. പക്ഷേ അത് നമ്മൾ വിചാരിച്ച രീതിയിൽ അത് ഫലപ്രദമാക്കുവാൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ശ്രമങ്ങൾ നമ്മൾ നടത്തിയതാണ്. പക്ഷേ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു പുരോഗതി നേടുവാൻ ആ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായ ഒരു വസ്തുത. 2002 ഐക്യരാഷ്ട്രസഭ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിന് രൂപം കൊടുത്തത്. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൽ 15 വർഷം കൊണ്ട്, അതായത് 2025 നമുക്ക് സാക്ഷാത്കരിക്കേണ്ട ചില ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഐക്യരാഷ്ട്രസഭ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിന് രൂപം കൊടുത്തത്. അതിൽ പ്രധാനമായും 8 മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസാണ് ഉള്ളത്. അത് ആദ്യത്തേത് ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി. നമുക്കറിയാം, പോവർട്ടിയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യരാശി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി, അതുപോലെ തന്നെ അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, 3 പ്രൊമോട്ട് ജെൻഡർ ഇക്വാളിറ്റി, 4 റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, 5 ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്, ദെൻ combat HIV, malaria and other communicable diseases, 7 ensure
എൻവയറമെൻ്റൽ സസ്റ്റൈനബിലിറ്റി. 8 ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെൻറ്റ് എന്നിങ്ങനെയുള്ള 8 വികസന ലക്ഷ്യങ്ങളായിരുന്നു 2000-ൽ ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കപ്പെട്ട വികസന ലക്ഷ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ വികസന ലക്ഷ്യങ്ങൾ നമുക്ക് പൂർണ്ണമായും സാക്ഷാത്കരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ വിശദവിവരങ്ങൾ ഞാൻ പിന്നാലെ പറയാം. ഇതിനെ സംബന്ധിച്ച ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് അടുത്തതായി ഉള്ളത്. 8 വികസന ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, ഇറാഡിക്കേഷൻ ഓഫ് എക്സ്ട്രീം പോവർട്ടി, അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, then promote gender equality, reduce child mortality, improve maternal health, then HIV, malaria and the disease combat, then ensure environmental sustainability, then global partnership എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ. 1992 ശേഷം 10 വർഷം കഴിഞ്ഞിട്ട് അടുത്ത വേൾഡ് സമ്മിറ്റ് നടന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വേൾഡ് സമ്മിറ്റ് നടന്നു. അതായത് സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ജോഹന്നാസ്ബർഗിലായിരുന്നു ആ മീറ്റിംഗ്. റിയോ ഉച്ചകോടി കഴിഞ്ഞതിന് ശേഷം 10 വർഷം കഴിഞ്ഞ ഒരു സമ്മിറ്റ് ആയതുകൊണ്ടാണ് റിയോ +10 എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വേൾഡ് സമ്മിറ്റ് 2002-ലാണ് നടന്നത്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു +10 എന്ന് പറയുന്ന ജോഹന്നാസ്ബർഗിൽ നടന്ന ചർച്ച നടന്നത്. അതിനുശേഷം ഒരു 10 വർഷം കൂടെ കഴിഞ്ഞതിന് ശേഷം 2012 കാലം, അതായത് 1992-ലായിരുന്നു ആദ്യത്തേത്. അത് 10 വർഷം കഴിഞ്ഞിട്ട് 2002-ൽ ജോഹന്നാസ്ബർഗിൽ നടന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 10 വർഷം കഴിഞ്ഞിട്ട് ആണ് ബ്രസീലിൽ അടുത്ത മീറ്റിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മീറ്റിങ്ങിൻ്റെ പേര് റിയോ +20 എന്നുള്ളതായിരുന്നു. ഇവിടെയും +20 മീറ്റിങ്ങിലും അടുത്ത 10 വർഷം കൊണ്ട് നമുക്ക് നടപ്പിലാക്കുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ, അതായത് +20 എന്നുള്ളതായിരുന്നു. അതായത് നമുക്ക് അടുത്ത 10 വർഷത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളതിനുള്ള ഒരു ഫ്രെയിംവർക്ക് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ളൊരു കോൺഫറൻസ് ആയിരുന്നു ജോഹന്നാസ്ബർഗിൽ നടന്ന, അല്ലെങ്കിൽ ബ്രസീലിൽ നടന്ന +20. അത് കഴിഞ്ഞിട്ട് വളരെ ശ്രദ്ധാവഹമായി അല്ലെങ്കിൽ വളരെ നോട്ടഡായ മറ്റൊരു മീറ്റിംഗ് ആയിരുന്നു യുണൈറ്റഡ് നേഷൻസിൽ നടന്ന, ന്യൂയോർക്കിൽ നടന്ന 2015-ലെ സമ്മിറ്റ്. അതായത് 2015-ലെ സമ്മിറ്റിൻ്റെ ഒരു ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് 2015-ലാണ് അവസാനിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2015-ൽ നമുക്ക് ആ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും സാക്ഷാത്കരിക്കാത്തതുകൊണ്ട് ഒരു പുതിയൊരു വികസന അജണ്ട രൂപീകരിക്കേണ്ടതായിട്ട് വന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. 2015-ലെ സമ്മിറ്റിൽ, ന്യൂയോർക്ക് നടന്ന സമ്മിറ്റിലാണ് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ടായ ഒരു തീരുമാനമെന്ന് എടുത്തതെന്ന് പറയുന്നത് 2015-ൽ ന്യൂയോർക്കിൽ നടന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റിലാണ് അത്തരത്തിലുള്ളൊരു തീരുമാനം യുണൈറ്റഡ് നേഷൻസ് കൈക്കൊണ്ടത്. 2013-ൽ ഒരു 30 മെമ്പർ ഓപ്പൺ വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കുകയും ആ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഏത് തരത്തിൽ വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഏത് തരത്തിലായിരിക്കണം, എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്, വാട്ട് ആർ ദ ടാർഗറ്റ്സ് ടു ബി അച്ചീവ്ഡ്, ടാർഗറ്റ്സ് ടു ബി ഫിക്സ്ഡ്, ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെ ആയിരിക്കും തുടങ്ങിയ സംബന്ധിച്ച് 2013-ൽ കൂടിയ 30 അംഗ കമ്മിറ്റി വളരെയധികം ശ്രദ്ധാവഹമായ പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 2015 എന്ന് പറയുന്നത് സുസ്ഥിര വികസനത്തെ സംബന്ധിച്ച്, കാലാവസ്ഥ പ്രതിരോധത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു 2015 എന്ന് പറയുന്നത്. നമുക്ക് പാരീസ് എഗ്രിമെൻറ്റ്, ക്ലൈമറ്റ് ചേഞ്ചിനെ സംബന്ധിച്ച് പാരീസ് എഗ്രിമെൻറ്റ് ഉണ്ടായത് 2015-ലാണ്. ആ പാരീസ് എഗ്രിമെൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ പോരാടുന്നതിനായി 2015-ൽ ഒപ്പുവെച്ച ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി.
കാര്യം മത്സര പരീക്ഷകൾക്ക് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു വിഷയമാണ് പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത് 2015 കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടുന്നതിനായി ഒപ്പുവെച്ച ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയുടെ പേരാണ് പാരീസ് ഉടമ്പടി. ആഗോളതാപനം വ്യവസായ വിപ്ലവത്തിന് മുൻപുള്ളതിനേക്കാൾ 2 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മാത്രമേ വർദ്ധിക്കാവൂ. അതായത് 3.6 ഫാരൻഹീറ്റ്. അതിൽ കൂടുതൽ വർദ്ധിക്കാതെ നോക്കുക എന്നുള്ളതാണ് അവിടെ എടുത്ത ഒരു പ്രധാന തീരുമാനം. ആ 2 ഡിഗ്രി എന്ന് പറയുന്നു എങ്കിൽ പോലും ഏറ്റവും അനുയോജ്യമായ സാഹചര്യത്തിൽ താപവർദ്ധനവ് 1.5 ഡിഗ്രി സെൻറ്റിഗ്രേഡായി പരിമിതപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ്. അതായത് പരിമിതമായി നമ്മൾ ഒരു സീലിംഗ് വെച്ചത് 2 ഡിഗ്രിയാണ്. അതായത് വ്യവസായവൽക്കരണത്തിന് ആ കാലഘട്ടത്തിനേക്കായും പരമാവധി വർദ്ധിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അനുവദനീയമായ തോത് എന്ന് പറയുന്നത് 2 ഡിഗ്രിയാണ്. പക്ഷേ ഇഫ് ഇറ്റ് പോസിബിൾ, ഇല്ലെങ്കിൽ കഴിയുമെങ്കിൽ ആ വർധനവ് 1.5% കുറയ്ക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതാണ്. അത് 2015 കോൺഫറൻസ് നടന്നത്. ആ 2015 നവംബർ 4 ഈ അന്താരാഷ്ട്ര ഉടമ്പടി പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഈ പാരീസ് ഉടമ്പടിയിൽ 195 കക്ഷികളാണ് അംഗീകാരം നൽകിയത്. അപ്പോൾ ഈ യോഗം എന്ന് പറയുന്നത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, അതായത് 21ാമത് കോൺഫറൻസ് ഓഫ് പാർട്ടീസിൻ്റെ യോഗത്തിലായിരുന്നു ഈ ഒരു തീരുമാനം ഉണ്ടായത്. അപ്പോൾ പാരീസ് ഉടമ്പടിയെ സംബന്ധിച്ച് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ ആ പാരീസ് ഉടമ്പടിയായിരുന്നു 2015 പ്രധാനമായി ഉണ്ടായത്. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ പലതരത്തിലാണ് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന്, കോൺസെപ്റ്റ്, അതായത് സസ്റ്റൈനബിലിറ്റിയെ സംബന്ധിച്ചുള്ള വാക്കിൻ്റെ ഡെഫിനിഷനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ആദ്യമായി കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് ഗോൾസിനെ സംബന്ധിച്ച് ഉള്ള ചോദ്യങ്ങൾ ആ പാഠഭാഗം അല്ലെങ്കിൽ ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ പുരോഗതി, അത് ഇന്ത്യയിലായാലും ശരി ആഗോളതലത്തിലായാലും ശരി, പുരോഗതിയെ സംബന്ധിച്ച് ഞാൻ ബ്രീഫായി ഡിസ്കസ് ചെയ്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് PSCക്കും യൂണിയൻ പബ്ലിക് കമ്മീഷനും ചോദിച്ചിരിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ അതേ രൂപത്തിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഞാനിവിടെ കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ സമയക്കുറവ് കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുവാൻ എനിക്ക് ഇവിടെ കഴിഞ്ഞിട്ടില്ല. എന്നാലും പരമാവധി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുവാൻ ഞാനിവിടെ ശ്രമിച്ചിട്ടുണ്ട്. പാരീസ് ഉടമ്പടിയോടൊപ്പം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനമായ മറ്റൊരു ചോദ്യമാണ് കോട്ടോ ഉടമ്പടിയെ സംബന്ധിച്ച്, കോട്ടോ പ്രോട്ടോക്കോളിനെ സംബന്ധിച്ച്. അപ്പോൾ കോട്ടോ പ്രോട്ടോക്കോളിനെ സംബന്ധിച്ചുകൂടെ ഒരു ചെറിയ വിവരണം ഞാൻ നൽകാനായി ആഗ്രഹിക്കുന്നു. അതായത് കോട്ടോ എന്ന് പറയുന്നത് ജപ്പാനിലെ ഒരു സ്ഥലമാണ്. ആ കോട്ടോ പ്രോട്ടോക്കോൾ എന്നത് ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾ, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മൾ പറയുന്ന അതിൻ്റെ ബഹിർഗമനം കുറയ്ക്കുവാൻ ലക്ഷ്യമിട്ട ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയെയാണ് കോട്ടോ പ്രോട്ടോക്കോൾ ഉടമ്പടി എന്ന് പറയുന്നത്. 1997 ജപ്പാനിലെ കോട്ടോയിൽ അംഗീകരിച്ചതായിരുന്നു ഈ ഉടമ്പടി. ഇത് ഫെബ്രുവരി 16 2005 പ്രാബല്യത്തിൽ വരികയുണ്ടായി. ഹരിതഗൃഹവാതക ബഹിർഗമനം 1990 നിലവാരത്തിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം, അതായത് 5% കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ഈ പ്രോട്ടോക്കോളിൻ്റെ പ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഒന്ന്. അപ്പോൾ അതുപോലെ തന്നെ 1992 യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷനിൽ ഒരു ക്ലൈമറ്റ് ചേഞ്ചായി വിപുലീകരിക്കപ്പെട്ട ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയൂടെയാണ് കോട്ടോ ഉടമ്പടി പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഈ പ്രോട്ടോക്കോളിൽ 192 കക്ഷികളായിരുന്നു ഈ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചത്. അതുകൊണ്ട് ഈ കോട്ടോ പ്രോട്ടോക്കോളിനെ കുറിച്ചുകൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോകേണ്ടത്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് ചരിത്രത്തെ സംബന്ധിച്ച്
പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ വന്ന ചില ചോദ്യങ്ങളാണ്, വരാൻ സാധ്യതയുള്ളതുമായ ചില ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ദ മോഡേൺ എൻവയറമെൻ്റൽ മൂവ്മെൻറ്റ് ഈസ് വൈഡ്ലി കൺസിഡേർഡ് ടു ഹാവ് ബിഗൺ ആഫ്റ്റർ ദ പബ്ലിക്കേഷൻ ഓഫ് വിച്ച് ബുക്ക്? ഞാൻ മുമ്പ് പറഞ്ഞു 1960 കാലഘട്ടങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട DDTയുടെ ദോഷഫലങ്ങളെ സംബന്ധിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ബുക്കാണ് അന്താരാഷ്ട്ര തലത്തിൽ ആദ്യമായി ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചും DDT പോലുള്ള കെമിക്കൽസ് വരുത്തുന്ന ദോഷങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ചയ്ക്ക് വിഷയഭവിച്ചത് 1960 കാലഘട്ടങ്ങളിൽ 1962 പ്രസിദ്ധീകരിക്കപ്പെട്ട സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതിലൂടെയാണ്. രണ്ടാമത്തെ ചോദ്യം, സൈലന്റ് സ്പ്രിംഗ് അഡ്രസ് ദ ഹാംഫുൾ ഇഫക്റ്റ് ഓഫ് ഏത് പെസ്റ്റിസൈഡിന് ഉള്ള ഹാംഫുൾ എഫക്റ്റ് ആയിരുന്നു ആ പുസ്തകത്തിൽ വിവരിച്ചിരുന്നത്? DDT. ഞാനിപ്പോൾ പറഞ്ഞതാണ് DDT. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് എർത്ത് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്തത്? എന്നാണെന്ന് നിങ്ങൾക്കറിയാം, ജൂൺ 5-ാം തീയതിയാണ്. ആ ജൂൺ 5-ാം തീയതിയുടെ പ്രത്യേകതയും നിങ്ങൾക്കറിയാം, ഞാൻ മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ വീണ്ടും സമയക്കുറവാണ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആദ്യമായി അത് വേൾഡ് എർത്ത് ഡേ ആചരിച്ചത് 1970-ലാണ്. ദ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയറമെൻറ്റ്, അതായത് അത്തരത്തിലുള്ള ആദ്യത്തെ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള എർത്ത് സമ്മിറ്റാണ്, എൻവയറമെൻറ്റ് സമ്മിറ്റാണ്. അത് ഏത് വർഷമാണ്, എവിടെയാണ് നടന്നതെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. നടന്നതെന്ന് പറഞ്ഞാൽ 1972-ലാണ് നടന്നത്, സ്റ്റോക്ക്ഹോമിലാണ് ഈ ആദ്യത്തെ യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഹ്യൂമൻ എൻവയറമെൻറ്റ് നടന്നത്. അത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല. ക്യോട്ടോ പ്രോട്ടോക്കോളിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ക്യോട്ടോ കുറിച്ച് ഓർത്തോണം, അത് 1997-ലാണ് ആ ഉടമ്പടി വന്നത്. അതിന് പ്രധാനമായും എന്ന് പറഞ്ഞാൽ ഹരിതഗൃഹവാതകങ്ങളുടെ എമിഷനുമായി ബന്ധപ്പെട്ടതാണ്. അത് ഞാൻ പറഞ്ഞത് ഓർക്കണം. പരമാവധി 2 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ആകാവൂ. അത് ബാക്കിയുള്ള ശ്രമങ്ങൾ പറ്റുമെങ്കിൽ 1.5% ആയി കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതാണ് തുടങ്ങിയവ തീരുമാനിക്കപ്പെട്ടതാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. 1900 ജപ്പാനിലൊരു സ്ഥലമാണ് ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലം. അവിടെ വെച്ചാണ് ഈ ഒരു ഗ്രീൻ ഹൗസ് എമിഷനെ സംബന്ധിച്ചുള്ള തീരുമാനം എടുത്തത്. പാരീസ് അഗ്രിമെൻ്റ് എന്നായിരുന്നു, 2015 2015-ന്റെ പ്രത്യേകതകൾ നിങ്ങൾക്കറിയാം. 2015 എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സംബന്ധിച്ച് ഒട്ടനവധി പ്രാധാന്യമുള്ള ഒരു വർഷമാണ്. 2015-ലാണ് പാരീസ് അഗ്രിമെൻ്റ് ഉണ്ടായത്. ആ പാരീസ് അഗ്രിമെൻറ്റിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാനിവിടെ പ്രതിപാദിച്ചത് സമയക്കുറവ് കാരണം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് അതിൻ്റെ ആവശ്യകത, എന്താണ് അതിൻ്റെ പ്രാധാന്യം, എന്താണ്? അത് പറയുന്നതിന് മുമ്പ് ആദ്യമായി ബ്രിട്ടൻ കമ്മീഷൻ്റെ ചെയർപേഴ്സൻ്റെ ഫോട്ടോ ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ആ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ അർത്ഥം എന്താണ്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ബ്രിട്ടൻ കമ്മീഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഒരു തവണ പറഞ്ഞാണ്, എന്നാലും വീണ്ടും ഞാൻ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്. ആ ഡെവലപ്മെൻറ്റ് that meets the needs of the present generation without compromising the ability of future generations to meet their needs. അത് മലയാളത്തിൽ നമ്മളൊന്ന് പറയുവാണെങ്കിൽ, ഭാവി തലമുറയുടെ വികസന ആവശ്യങ്ങൾക്ക് ഭംഗം വരാതെ ഇന്നത്തെ തലമുറയുടെ വികസന ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ വിഭവ വിനിയോഗം എന്ന് പറയുന്നത് പരമാവധി പരിമിതപ്പെടുത്തേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ വരും തലമുറയുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കണം നടത്തേണ്ടത്. അതാണ് സുസ്ഥിര വികസനം എന്ന് പറയും. എന്തുകൊണ്ടാണ് ഈ സുസ്ഥിര വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അപ്രോച്ച് നമുക്ക് വേണ്ടി വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഫോർ ഡിസ്ട്രക്ഷൻ ഓഫ് എൻവയറമെൻറ്റ്, നമ്മുടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും നമ്മുടെ എൻവയറമെൻറ്റിനെ അത് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. 2, വെൽബീയിങ് ദ പ്രസന്റ് ജനറേഷൻ ബട്ട് ഫ്യൂച്ചർ അതായത് ഇന്നത്തെ രീതിയിൽ പോവുകയാണെങ്കിൽ
വരും തലമുറയ്ക്ക് ആവശ്യത്തിന് ഉപകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു വിഭവവും ഉണ്ടാകത്തില്ല. ഉദാഹരണമായി പെട്രോൾ. ആ പെട്രോള്, കോള് തുടങ്ങിയവ അനിയന്ത്രിതമായി ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമായി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു തുള്ളി പെട്രോള് അല്ലെങ്കിൽ ഒരു ശകലം പോലും കൽക്കരിയോ ഒന്നും ഭാവി തലമുറയുടെ ആവശ്യങ്ങൾക്കായി ബാക്കി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ അത്തരം വിഭവങ്ങൾ ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് വേണം നമ്മൾ ചെയ്യേണ്ടത്. അതാണ് അത് ചെയ്യേണ്ടത്. അടുത്തത്, സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത്. ഇതിന് ഒരു ബാലൻസ് ഉണ്ടാകണം. എന്തൊക്കെ തമ്മിലുള്ള ബാലൻസ് ആയിരിക്കണം? സാമ്പത്തിക വികസനം ഉണ്ടാകണം, അതോടൊപ്പം തന്നെ നമ്മുടെ എൻവയറമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതോടൊപ്പം തന്നെ ഒരു സാമൂഹ്യ വികസനത്തിനും കാരണമാകുന്ന ഒരു വികസന പരിപ്രേക്ഷ്യമാകണം, വികസന തന്ത്രമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ദൂഷ്യകരമായി ബാധിക്കുന്നു. രണ്ട്, ഭാവി തലമുറയെ നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബാലൻസ്, എന്തിൻ്റെയൊക്കെ ബാലൻസ്? സാമ്പത്തികമായും സാമൂഹ്യപരമായും ഇല്ലെങ്കിൽ എൻവയറമെൻറ്റ് പ്രൊട്ടക്ഷൻ തമ്മിലുള്ള ഒരു ബാലൻസ് വേണം, ഒരു ബാലൻസ്ഡ് അപ്രോച്ച് വേണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ പോകുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഒരു വികസന രീതി തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. പ്രധാനമായും ഞാൻ ഈ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. അന്നേരം നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി 1-2 കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ടു ഡെവലപ്പ് എ വേൾഡ് ഇൻ എ സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് മാനർ, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സ്ഥിരമായി നിലനിൽക്കുന്ന സുസ്ഥിരവുമായിട്ടുള്ളൊരു വികസന കാഴ്ചപ്പാടാണ് നമുക്ക് അത്യന്താപേക്ഷം. അതുകൊണ്ട് തന്നെ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് പരമപ്രധാനമായ ഒരു വികസന തന്ത്രമായിരിക്കണം. നമ്മുടെ എൻവയറമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സുസ്ഥിര വികസന കാഴ്ചപ്പാടുണ്ടാകണം. നമ്മുടെ വിഭവങ്ങൾ പലതും റിന്യൂവബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആ വിഭവങ്ങളുടെ നിലനിൽപ്പിന് നമുക്കിത് ആവശ്യമാണ്. നമ്മുടെ ആരോഗ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ വിദ്യാഭ്യാസ മുന്നേറ്റം, അതുപോലെ തന്നെ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ടൈം എക്കണോമിക് ഡെവലപ്മെൻ്റ് അല്ല നമുക്കുണ്ട്, ലോങ് ടൈം, അത് ദീർഘകാല സാമ്പത്തിക വികസനമായിരിക്കണം നമുക്കൊരു രാജ്യത്തിന് ഉണ്ടാകേണ്ടത്. അത്തരത്തിലുള്ള ഒരു ലോങ് ടൈം വികസനത്തിന് ആവശ്യമായ ഒരു കാഴ്ചപ്പാടാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ലോങ് ടൈം സാമ്പത്തിക വികസനത്തിനും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷൻ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഫ്യൂച്ചർ ജനറേഷനെ പരിഗണിക്കണമെങ്കിൽ നമുക്ക് സസ്റ്റൈനബിലിറ്റി അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ പുതിയ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുന്ന ഇന്നോവേഷൻസിനെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ നമുക്ക് നോൺ കൺവെൻഷൻ എനർജി പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ, ഹൈഡ്രജൻ പോലുള്ള റിസോഴ്സസ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ പുതിയ ഇന്നോവേഷൻസ് ആവശ്യമാണ്, പുതിയ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് സുസ്ഥിര വികസനം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയെ സംരക്ഷിക്കുന്നതിനും ഭാവി തലമുറയെ സംരക്ഷിക്കുന്നതിനും നമ്മുടെ അന്തരീക്ഷത്തെ അല്ലെങ്കിൽ നമ്മുടെ എൻവയറമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും നമ്മുടെ സാമ്പത്തിക വികസനത്തിനും ലോങ് ടൈം എക്കണോമിക് ഡെവലപ്മെൻറ്റിനും എല്ലാം സുസ്ഥിര രീതിയിലുള്ള വികസനമായിരിക്കണം അത്യന്താപേക്ഷിതമെന്ന് പറയുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, സസ്റ്റൈനബിലിറ്റി എന്നുള്ള വാക്കിൻ്റെയും പ്രാധാന്യവും അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ എന്തുകൊണ്ടാണ് പ്രാധാന്യം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നമ്മുടെ മറ്റു പല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇനിയും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. സസ്റ്റൈനബിലിറ്റി പ്രൈമറിലി ഫോക്കസസ് ഓൺ, എന്തിനാണ് പ്രൈമറി ഫോക്കസ് കൊടുക്കുന്നത്? ബാലൻസ് ഓഫ് എക്കണോമിക്, എൻവയറമെൻ്റൽ ആൻഡ് സോഷ്യൽ നീഡ്സ്. അല്ലാതെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനോ പ്രോഫിറ്റ് റേറ്റ് വർദ്ധിപ്പിക്കുന്നതിനോ ഇല്ലെങ്കിൽ ഓഹരി ഉടമകളുടെ വർധനവിനോ ഒന്നുമല്ല സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രാധാന്യം കൊടുക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്നത് ഇറ്റ് ഇസ് എ ബാലൻസ് ഓഫ് എക്കണോമിക്, എൻവയറമെൻറ്റ് ആൻഡ് സോഷ്യൽ നീഡ്സ് ആണ്.
2 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിന്യൂവബിൾ റിസോഴ്സസ്. പല സോഴ്സസ് കൊടുത്തിട്ടുണ്ട്. എനർജിയെ നമുക്ക് പിന്നെ രണ്ടായി തിരിക്കാം. റിന്യൂവബിൾ സോഴ്സ് എന്ന് തിരിക്കാം, നോൺ റിന്യൂവബിൾ സോഴ്സ് എന്നും തിരിക്കാം. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് റിന്യൂവബിൾ സോഴ്സ് ഏതാണ്, നോൺ റിന്യൂവബിൾ സോഴ്സസ് അതാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. റിന്യൂവബിൾ സോഴ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അത് ഇത് കൊടുത്തിരിക്കുന്നതിൽ കോള്, നാച്ചുറൽ ഗ്യാസ്, സോളാർ എനർജി, പെട്രോളിയം തുടങ്ങിയവയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് റിന്യൂവബിൾ സോഴ്സ് എന്ന് പറയുന്നത് സോളാർ എനർജി ആണ്. 3 ആർട്സ് ഓഫ് സസ്റ്റൈനബിലിറ്റി, അത് ഒരുപാട് പരീക്ഷയ്ക്ക് ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. 3 R എന്തിനെ സൂചിപ്പിക്കുന്നു? ആദ്യത്തെ R റെഡ്യൂസ്, രണ്ടാമത്തത് റീയൂസ്, മൂന്നാമത്തത് റീസൈക്കിൾ. സോ വാട്ട് ആർ 3 ആർട്സ് ഓഫ് സസ്റ്റൈനബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ എന്നുള്ളതാണ് 3 R. ദ ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ടു ദ ഗ്ലോബൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ, അതായത് ഏറ്റവും കൂടുതൽ നമുക്കറിയാം അന്തരീക്ഷ കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രധാനമായും ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് എമിഷനാണ്, ഹരിതഗൃഹവാതകങ്ങളുടെ എമിഷനാണ്. അത് ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ പുറപ്പെടുവിക്കുക അല്ലെങ്കിൽ ബഹിർഗമിപ്പിക്കുന്നത് അത് വ്യാവസായിക മേഖലയാണോ, കാർഷിക മേഖലയാണോ, ഓട്ടോമൊബൈൽസ് ആണോ തുടങ്ങിയവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിനെ കൊടുത്തിരിക്കുന്നതിൽ ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് പ്രൊഡക്ഷൻ. ഇത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാം കോളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇന്ത്യയിലെ കോളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ആ കോളിൻ്റെ കോൾ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങളിൽ ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഗ്രീൻ ഹൗസ് എമിഷൻ ഉണ്ടാക്കുന്നത് കാരണക്കാരൻ. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ ഇതിനെ സംബന്ധിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ഉത്തരം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് വിത്ത് നോൺ എർബൻ, ഞാൻ സമയക്കുറവ് കാരണം മൊത്തം വായിക്കുന്നില്ല. ഡെവലപ്മെൻറ്റ് മീറ്റിംഗ് പ്രസൻറ്റ് നീഡ്സ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ ഫ്യൂച്ചർ ജനറേഷൻ എന്നുള്ളതായിരുന്നു ബ്രെഡ്ലാൻഡ് കമ്മീഷൻ്റെ ബ്രെഡ്ലാൻഡ് റിപ്പോർട്ടിൽ ഡിഫൈൻ ചെയ്തത്. സസ്റ്റൈനബിലിറ്റി എന്ന വാക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസർ ഈസ് ബി. ഇനി ഞാൻ പറയാൻ പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, എന്നാൽ വളരെയധികം പ്രയാസം പല കുട്ടികൾക്ക് നേരിടുന്നതുമായിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ ആൻഡ് റീസൺ എന്ന് കൊടുത്തിരിക്കുന്നത്. ഒരു അസേർഷൻ തന്നിട്ടുണ്ടാവും, അതിനൊരു റീസൺ തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ 3 കാരണങ്ങൾ സംഭവിക്കാം. 1, 2 ശരിയാകാം, ചിലപ്പോൾ റീസൺ തെറ്റാകാം, 3 ശരിയായ ഒരു റീസൺ ആയിരിക്കില്ല തന്നിരിക്കുന്നത്. അങ്ങനെ പല പോസിബിലിറ്റീസാണ് ഇതിനകത്തുള്ളത്. അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നതിനും ഈ സസ്റ്റൈനബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയുന്ന അസേർഷൻസ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായി ഞാനൊരു 4 എണ്ണം ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1 എന്ന് പറയുന്ന അസേർഷൻ്റെ കൊടുത്തിരിക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എയിംസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് without compromising the ability of the future generations to meet their own needs. ഓർക്കണം, ബ്രെഡ്ലാൻഡ് കമ്മീഷൻ്റെ സസ്റ്റൈനബിലിറ്റിയെ സംബന്ധിച്ചുള്ള ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ കൊടുത്തിരിക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ഓൺലി ഓൺ ഇക്കണോമിക് ഗ്രോത്ത്. രണ്ടാമത്തെ റീസൺ ഞാൻ വായിക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ഓൺലി ഓൺ എക്കണോമിക് ഗ്രോത്ത്. ശരിയോ തെറ്റോ? അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. കൊടുത്തിരിക്കുന്ന റീസൺ ഈസ് റോങ്. കാര്യം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക വികസനത്തിന് മാത്രമല്ല, അത് മറ്റു പലതും കൂടി ഉൾപ്പെടുന്നുണ്ട്. പ്ലാനറ്റിൻ്റെ സംരക്ഷണം വരുന്നുണ്ട്, പ്രകൃതിയെ സംരക്ഷിക്കുന്നുണ്ട്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് മാത്രമല്ല. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് മാത്രമാണെങ്കിൽ നമ്മൾ എൻവയറമെൻറ്റിനെ ഒരുപാട് പൊല്യൂട്ട് ചെയ്യേണ്ട മക്കളെ പ്ലാനറ്റിനെ ഒരുപാട് ദോഷകരമാകും, നമ്മളെ സൊസൈറ്റി ഒരുപാട് ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് അതൊന്നുമല്ല. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് മാത്രമല്ല. അതുകൊണ്ട് തന്നെ ആൻസർ കൊടുത്തിരിക്കുന്നത് എ ഈസ് ട്രൂ, ദർ ഇസ് നോ കോംപ്രമൈസ് ഓർ ദർ ഇസ് നോ യാതൊരു സംശയവുമില്ല. പക്ഷേ ആർ ഈസ് ഫാൾസ്, 6 തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ റീസൺ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. അതിൻ്റെ ഞാൻ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ എൻവയറമെൻറ്റ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് പില്ലേഴ്സ് ആൻഡ് നോട്ട് ജസ്റ്റ് എക്കണോമിക് ഗ്രോത്ത്. അതായത് എക്കണോമിക് ഗ്രോത്തിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതല്ല സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ അസേർഷൻ എന്ന് പറയുന്നത് conservation of biodiversity is an important aspect of sustainable development. At a reason,
ബയോഡൈവേഴ്സിറ്റി എൻഷ്യൂർസ് എക്കണോമിക് എക്കോസിസ്റ്റം സ്റ്റെബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. റീസൺ ബയോഡൈവേഴ്സിറ്റി എൻഷ്യൂർസ് എക്കോസിസ്റ്റം സ്റ്റെബിലിറ്റി. അപ്പോൾ രണ്ടും കൂടെ വായിക്കുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടും ശരിയാണ്. അതുപോലെ തന്നെ റീസൺ എന്ന് പറയുന്നത് ശരിയായ ഒരു എക്സ്പ്ലനേഷനുമാണ്. സോ രണ്ടും ശരിയാണ്, രണ്ട് പെർഫെക്റ്റ് എക്സ്പ്ലനേഷനാണ് റീസണിൽ കൊടുത്തിരിക്കുന്നത്. മൂന്നാം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട്സ് ദി യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എപ്പോഴും നോൺ കൺവെൻഷൻ എനർജി സോഴ്സിനെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. രണ്ട്, അതിൻ്റെ റീസൺ കൊടുത്തിരിക്കുന്നത് സോളാർ ആൻഡ് വിൻഡ് എനർജി കോസ് മിനിമൽ എൻവയറമെൻ്റൽ പൊല്യൂഷൻ. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് ഏതാണ്? കൺവെൻഷൻ എനർജി സോഴ്സസിനെ അല്ല. അത് നമുക്കറിയാം, നോൺ കൺവെൻഷൻ എനർജി സോഴ്സസ് തന്നെയാണ്. സോ ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ. ആൻഡ് റീസൺ സോളാർ ആൻഡ് വിൻഡ് എനർജി കോസ് മിനിമൽ എൻവയറമെൻ്റൽ പൊല്യൂഷൻ. ശരിയല്ലേ? കാര്യം സോളാറും വിൻഡും എനർജി എന്ന് പറഞ്ഞാൽ മറ്റു യാതൊരു തരത്തിലും എൻവയറമെൻറ്റ് പൊല്യൂഷൻ കാരണം ഉണ്ടാക്കുന്നതല്ല. ഒന്നും പറയാൻ പാടില്ല. സോളാർ എനർജിയിൽ ചെറിയ എൻവയറമെൻറ്റ് പൊല്യൂഷൻ ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. എങ്കിൽ പോലും മറ്റു പലതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴത്തേക്ക് സോളാർ എനർജി എന്ന് പറയുന്നത് വളരെ മിനിമം എന്ന് പറയാം. ഒട്ടുമില്ലെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മിനിമം അല്ലെങ്കിൽ മിനിമൽ എന്ന് മാത്രമേ പറഞ്ഞു. സോ ബോത്ത് എ ആൻഡ് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് എ. അടുത്തത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എംഫസിസ് റെഡ്യൂസിങ് ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. ഫോസിൽ ഫ്യൂൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പെട്രോൾ തുടങ്ങിയവ എടുക്കുന്നതാണ്. രണ്ട്, ബേണിംഗ് fossil fuel releases greenhouses that contribute to global warming. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ടും ശരിയാണ്. ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അസേർഷൻ വായിച്ചു നോക്കണം. ശരിയായ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ആണോ റീസണിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക. അത് നിങ്ങളെ പരിചയപ്പെടുത്താനും വേണ്ടിയാണ് ഞാനത് ഈ സമയം ഉപയോഗിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ കൂടുതലായി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യം നിങ്ങൾക്കും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ ഇത് എടുത്തത്. അപ്പോൾ നമ്മൾ ഇതുവരെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ചരിത്രം നമ്മൾ മനസ്സിലാക്കി. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ വാക്കിൻ്റെ അർത്ഥവും അതിൻ്റെ ഇമ്പോർട്ടൻസും മനസ്സിലാക്കി. ഇനി നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, അതായത് ഐക്യരാഷ്ട്രസഭ 2025 രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഫോം ചെയ്യപ്പെട്ട സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ് നമ്മൾ കൂടുതലായി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 2015 മില്യൺ ഡെവലപ്മെൻറ്റ് ഗോൾസ് അവസാനിച്ചു. ആ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് അവസാനിച്ചതിൽ നിന്നുമാണ്, ആ തുടക്കത്തിൽ നിന്നുമാണ് 2015 വീണ്ടും 15 വർഷത്തേക്ക് 2030 അവസാനിക്കാത്ത രീതിയിൽ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനായി തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ 17 വികസന ലക്ഷ്യങ്ങളാണുള്ളത്, 17 ഗോൾസ്. അപ്പോൾ ഈ 17 ഡെവലപ്മെൻറ്റ് ഗോൾസും നടപ്പിലാക്കുന്നതിന് നമുക്ക് 169 ഉപലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ടാർഗറ്റുകളുണ്ട്. അത് 300 സൂചി ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ 17 ലക്ഷ്യങ്ങൾ, 169 ഉപലക്ഷ്യങ്ങൾ, 300 ഇൻഡിക്കേറ്റേഴ്സ്. അവ ഇങ്ങനെയുള്ള ഒരു പദ്ധതിയെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയും. അപ്പോൾ ഇതിനെ പ്രധാനമായും 5 ഡയമെൻഷൻസ് ആണ് ഇതിനകത്തുള്ളത്. ഒന്ന് പോവർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ദെൻ ഇൻഇക്വാളിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, എൻവയറമെൻ്റൽ ഡീഗ്രഡേഷൻ, പീസ് ആൻഡ് ജസ്റ്റിസ്. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പ്രധാനമായും നമ്മൾ പരിഹരിക്കാനായി ലക്ഷ്യമിടുന്നത് ഈ പ്രധാനമായി ഇത്രയും പ്രോബ്ലംസ് തന്നെയാണ്.
എന്തൊക്കെയാണ് പ്രോബ്ലംസ്? ഒന്ന് പോവർട്ടി, ഇനീക്വാളിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, എൻവയോൺമെന്റ് ഡിഗ്രേഡേഷൻ, പീസ് തുടങ്ങിയവയാണ്. അപ്പം പ്രധാനമായുള്ള ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പീസ്, പ്ലാനറ്റ്, പീപ്പിൾ, പ്രോസ്പെരിറ്റി ആൻഡ് പാർട്ട്ണർഷിപ്പ്. ഇങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ ഡയമെൻഷനിലൂടെയാണ് നമ്മൾ ഈ പദ്ധതിയെ നടപ്പിലാക്കാനായി ശ്രമിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി ആ 17 ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഞാൻ ഇംഗ്ലീഷിലും 2 മലയാളത്തിലും ഞാനത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഓക്കെ, ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് 17. 1. നോ പോവർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാളിറ്റി, clean water and sanitation, affordable and clean energy, decent work and economic growth, industry, innovation and infrastructure, reduced inequalities, sustainable cities and communities, responsible consumption and production, then climate action, life below water, life on land, peace, justice and strong institutions, that partnership, then sustainable development goals partnership. അപ്പോൾ ഈ 17 ഗോളുകൾ എന്തൊക്കെയാണെന്ന് ഞാനത് നിങ്ങളുടെ മുമ്പിൽ വിശദമായി നിങ്ങളോട് സംസാരിക്കാനാണ് പോകുന്നത്. ആദ്യം നമുക്കിതിൻ്റെ മലയാളം കൂടെ നമുക്ക് നോക്കിയിട്ട്
ഞാനിവിടെ പറഞ്ഞതുപോലെ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ലക്ഷ്യമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതായത് എൻഡ് പോവർട്ടി ഇൻ ആൾ ഇറ്റ്സ് ഫോംസ് എവരിവെയർ എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിനു വേണ്ടി 7 ടാർഗറ്റുകളും 13 ഇൻഡിക്കേറ്റേഴ്സുമാണ് യുണൈറ്റഡ് നേഷൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി, അതാണ് പ്രധാനപ്പെട്ട എക്സ്ട്രീം പോവർട്ടി, ആൻഡ് എൻഷുർ ദാറ്റ് ദ പുവർ ആൻഡ് വൾണറബിൾ ഹാവ് ഈക്വൽ റൈറ്റ് ടു എക്കണോമിക് റിസോഴ്സസ് ആൻഡ് ഓണർഷിപ്പ് ഓഫ് റിസോഴ്സസ്. അപ്പോൾ ചുരുക്കത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരിൽ നിന്നും എക്സ്ട്രീം പോവർട്ടിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളാണ് ഒന്നാമത്തെ ലക്ഷ്യത്തിൽ ഉള്ളത്. രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് വിശപ്പില്ലാത്ത ഒരവസ്ഥ സംജാതമാകണം എന്നുള്ളതാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി 8 ടാർഗറ്റുകളും 14 ഇൻഡിക്കേറ്റേഴ്സുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്, ഇല്ലെങ്കിൽ വിഭാവന ചെയ്യുന്നത്. അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഹങ്കർ, അച്ചീവ് ഫുഡ് സെക്യൂരിറ്റി, ഇംപ്രൂവ്ഡ് ന്യൂട്രീഷൻ ആൻഡ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യങ്ങൾ ഉള്ളത്. മൂന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നല്ല ആരോഗ്യം. അതായത് കൃത്യമായും പറഞ്ഞു കഴിഞ്ഞാൽ എൻഷ്യൂർ ഹെൽത്തി ലൈഫ്സ് ആൻഡ് പ്രൊമോട്ട് വെൽബീയിങ് ഫോർ ആൾ അറ്റ് ആൾ ഏജസ് എന്നുള്ളതാണ് മൂന്നാമത്തെ ലക്ഷ്യം കൊണ്ട് സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ലക്ഷ്യമിടുന്നത്. ഇതിൽ 13 ടാർഗറ്റുകളും 28 ഇൻഡിക്കേറ്റേഴ്സുമാണ് മൂന്നാമത്തെ ഗോളിന് വേണ്ടി തയ്യാറാക്കി. നാലാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും എന്നുള്ളതാണ് ഈ ലക്ഷ്യം കൊണ്ട് വിഭാവന ചെയ്തത്. അത് എൻഷ്യൂർ ഇൻക്ലൂസീവ് ആൻഡ് എക്വിറ്റബിൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊമോട്ട് ലൈഫ് ലോങ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ ആൾ എന്നുള്ളതാണ് ഈ നാലാമത്തെ ലക്ഷ്യത്തിൽ വിഭാവന ചെയ്യുന്നത്. ഇതിൽ 10 ടാർഗറ്റുകളും 12 ഇൻഡിക്കേറ്റേഴ്സുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അഞ്ചാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ലിംഗസമത്വവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് അച്ചീവ് ജെൻഡർ ഇക്വാളിറ്റി എന്നതുള്ളതാണ് ലക്ഷ്യം. ഇതിന് 9 ടാർഗറ്റുകളും 14 ഇൻഡിക്കേറ്റേഴ്സുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അച്ചീവ് ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് എംപവർ ആൾ വുമൺ ആൻഡ് ഗേൾസ്. അതായത് യാതൊരു തരത്തിലുള്ള ലിംഗവിഭേചനവും, അത് തൊഴിലിൻ്റെ കാര്യത്തിലായാലും ശരി, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ശരി, യാതൊരുവിധ ലിംഗവിഭേചനവും ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് ഈ അഞ്ചാമത്തെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആറാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ജലത്തെ സംബന്ധിച്ചുള്ളതാണ്. അതെല്ലാവർക്കും ശുദ്ധമായ വെള്ളം ലഭ്യമാക്കുക എന്നുള്ളതാണ് ആറാമത്തെ ലക്ഷ്യം. അതായത് ശുദ്ധമായ വെള്ളവും ശുചിത്വവും. എൻഷ്യൂർ അവൈലബിലിറ്റി ഓഫ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫോർ ആൾ എന്നുള്ളതാണ് ലക്ഷ്യം. അതായത് 8 ടാർഗറ്റുകളും 11 ടാർഗറ്റ് ഇൻഡിക്കേറ്റേഴ്സും ഉള്ളതാണ് ആറാമത്തെ ജലവുമായി ബന്ധപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഏഴാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് എനർജിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് താങ്ങാനാവുന്നതും ശുദ്ധവുമായ ഊർജം എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് എൻഷ്യൂർ ആക്സസ് ടു അഫോർഡബിൾ, റിലയബിൾ ആൻഡ് സസ്റ്റൈനബിൾ ആൻഡ് മോഡേൺ എനർജി ഫോർ ആൾ എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ എനർജിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഫോസിൽ ബേസ് ചെയ്തിട്ടുള്ള എനർജി സ്രോതസ്സിൽ നിന്നുള്ള ഊർജം
നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതായത് മോഡേൺ എനർജിയെ പ്രോത്സാഹിപ്പിക്കുക, അതിനാവശ്യമായ സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്നവേഷൻ, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവ വികസിപ്പിക്കുക എന്നുള്ളതെല്ലാം 7ാമത്തെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. അതായത് 5 ടാർഗറ്റുകളും 6 ഇൻഡിക്കേറ്റേഴ്സുമാണ് 7ാമത്തെ ഊർജവുമായി ബന്ധപ്പെട്ട ലക്ഷ്യത്തിൽ ഉള്ളത്. ലോകരാജ്യങ്ങളെല്ലാം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് തൊഴിലില്ലായ്മ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാന്യമായ തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് 8ാമത്തെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മാന്യമായ ജോലിയും സാമ്പത്തിക വളർച്ചയും അതോടൊപ്പം തന്നെ വ്യവസായങ്ങളുടെ നവീകരണവും. പ്രൊമോട്ട് സസ്റ്റൈനബിൾ, ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്, ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഡീസൻറ്റ് വർക്ക് ഫോർ ഓൾ. ഇതിനു വേണ്ടി ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി 12 ടാർഗറ്റുകളും 16 ഇൻഡിക്കേറ്റേഴ്സുമാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടിയുള്ളതാണ് 9ാമത്തെ ഗോൾ എന്ന് പറയുന്നത്. അതായത് അടിസ്ഥാന സൗകര്യ വികസനം. ബിൽഡ് റെസിലിയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, പ്രൊമോട്ട് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഫോസ്റ്റർ ഇന്നവേഷൻ എന്നുള്ളതാണ് 9ാമത്തെ അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ലക്ഷ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 8 ടാർഗറ്റുകളും 12 ഇൻഡിക്കേറ്റേഴ്സുമാണ് 9ാമത്തെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ലക്ഷ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകരാജ്യങ്ങളിലെല്ലാം ഇനീക്വാളിറ്റി, അസമത്വം വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇനീക്വാളിറ്റി അല്ലെങ്കിൽ അസമത്വം കുറയ്ക്കുന്നതിന് വേണ്ടി സമത്വം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യമാണ് 10ാമത്തെ ലക്ഷ്യമായി കൊടുത്തിരിക്കുന്നത്. അതായത് കുറയുന്ന അസമത്വം, റെഡ്യൂസ് ഇനീക്വാളിറ്റി വിത്തിൻ ആൻഡ് ഇൻ എമംഗ് നേഷൻസ് ആൾസോ. അതായത് ഒരു രാജ്യത്തെ വരുമാനം ഉള്ളവരും വരുമാനം ഇല്ലാത്തവരും തമ്മിലും, അതുപോലെ തന്നെ ലോകരാജ്യങ്ങളിൽ തന്നെ നമുക്കറിയാം ഡെവലപ്ഡ് നേഷൻസ് ഉണ്ട്, അണ്ടർ ഡെവലപ്ഡ് നേഷൻസ്, ഡെവലപ്പിംഗ് നേഷൻസ് ഉണ്ട്. അപ്പോൾ ഡെവലപ്ഡ് നേഷൻസും അണ്ടർ ഡെവലപ്ഡ് നേഷൻസും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക. അതായത് ഡെവലപ്ഡ് നേഷൻസിൻ്റെ വികസനത്തിന് വേണ്ടി സഹായം ചെയ്യുന്നതിലൂടെ ഡെവലപ്ഡ് നേഷൻസിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക. അങ്ങനെ ഒരു പരസ്പര സഹകരണത്തിലോടുകൂടി രാജ്യങ്ങൾ തമ്മിലുള്ള അസമത്വം ഇല്ലാതാക്കുകയും നമ്മുടെ രാജ്യത്ത് തന്നെ ഉള്ള പലതരത്തിലുള്ള വ്യക്തികൾ തമ്മിലുള്ള അസമത്വം കുറയ്ക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു സമത്വ സുന്ദരമായ ഒരു ലോകം വിഭാവന ചെയ്യുന്നതാണ് 10ാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. നഗരവൽക്കരണം ലോകരാജ്യങ്ങളെല്ലാം വർദ്ധിച്ചു വരികയാണ്. നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വർദ്ധിച്ചു വരികയാണ്. അതായത് കുടിവെള്ളം ലഭ്യമല്ല, റോഡ് സൗകര്യം വയ്ക്കുന്നില്ല, അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ടത്, എനർജിയുമായി ബന്ധപ്പെട്ട്, അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ വെല്ലുവിളിയെ വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണത്തെ ശരിയായ രീതിയിൽ തരണം ചെയ്യുന്നതിന് വേണ്ടി സുസ്ഥിര നഗരങ്ങളും കമ്മ്യൂണിറ്റികളും എന്നുള്ളതാണ് 11ാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്നുള്ളത്. അതായത് മേക്ക് സിറ്റീസ് ആൻഡ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ഇൻക്ലൂസീവ്, സേഫ്, റെസിലിയൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ എന്നുള്ളതാണ് 11ാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി 10 ടാർഗറ്റുകളും 15 ഇൻഡിക്കേറ്റേഴ്സുമാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഉൽപ്പാദനത്തിലും ഉപഭോഗത്തിലും ധാരാളം വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളെ ശരിയായി തരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് 12ാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് ഉത്തരവാദിത്ത ഉപഭോഗവും ഉത്തരവാദിത്ത ഉൽപ്പാദനവും. അതായത് എൻഷ്യൂർ സസ്റ്റൈനബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ പാറ്റേൺ. ഇതിനു വേണ്ടി 11 ടാർഗറ്റുകളും 13 ഇൻഡിക്കേറ്റേഴ്സുമാണ് ഉള്ളത്. പ്രധാനമായിട്ടും ഇതിനകത്ത് ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ ധാരാളം ഫുഡ് വേസ്റ്റുകൾ ഉണ്ടാകാറുണ്ട്. ഫുഡ് വേസ്റ്റുകൾ കുറയ്ക്കുക, അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ
പരിമിതമായ ഉപഭോഗം മാത്രമേ ചെയ്യാവൂ, അതുപോലെ തന്നെ വേസ്റ്റ് ജനറേഷൻ പരമാവധി കുറയ്ക്കുക തുടങ്ങിയവയാണ് ഈ 12ാമത്തെ ഉത്തരവാദിത്ത ഉപഭോഗവും ഉൽപ്പാദനവും എന്നുള്ള, അല്ലെങ്കിൽ എൻഷ്യൂർ സസ്റ്റൈനബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ എന്നുള്ള ലക്ഷ്യത്തിൽ ഉള്ളത്. കാലാവസ്ഥാ വ്യതിയാനം ലോകരാജ്യങ്ങളെല്ലാം നേരിടുന്ന പ്രധാനമായ വെല്ലുവിളിയാണ്. കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം കൊണ്ട് നമ്മുടെ ഭക്ഷ്യ ഉൽപ്പാദനത്തെ ബാധിക്കുന്നു, പലതരത്തിലുള്ള ഡിസാസ്റ്റേഴ്സിന് അത് കാരണമാകുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഓഷൻ ചൂട് പിടിക്കുന്നതിന് കാരണമാകുന്ന പലവിധ വെല്ലുവിളികളെയാണ് നമ്മൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെ ശരിയായ രീതിയിൽ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് 13ാമത്തെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ടേക്ക് അർജൻറ്റ് ആക്ഷൻ ടു കോംബാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്സ്. ഇവിടെ എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ ശരിയായ തരണം ചെയ്യുന്നതിനാവശ്യമായ കപ്പാസിറ്റി ബിൽഡിങ്, അതുപോലെ തന്നെ നമുക്ക് മിറ്റിഗേഷൻ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എഫേർട്ട് തുടങ്ങിയവയെല്ലാം 13ാമത്തെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 8 ടാർഗറ്റുകൾ, 5 ടാർഗറ്റുകളും 8 ഇൻഡിക്കേറ്റേഴ്സുമാണ് 13ാമത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറൈൻ യുമായി ബന്ധപ്പെട്ട ലക്ഷ്യമാണ് 14ാമത്തെ ലക്ഷ്യമായിട്ടുള്ളത്. അത് ജലത്തിലെ ജൈവ വൈവിധ്യം എന്നുള്ളതാണ് ലക്ഷ്യമായി കൊടുത്തിരിക്കുന്നത്. അതായത് കൺസേർവ് ആൻഡ് സസ്റ്റൈനബിൾ യൂസ് ദ ഓഷൻസ്, സീസ് ആൻഡ് മറൈൻ റിസോഴ്സസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതായത് നമ്മുടെ നദികളെയും കടലിനെയും ഒക്കെ സംരക്ഷിക്കുകയും മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കുകയും ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണമെന്നുള്ളതാണ് ഈ ലക്ഷ്യം കൊണ്ട് ആഗ്രഹിക്കുന്നത്. 15ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കരഭൂമിയിലെ ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ ഫോറസ്റ്റ് സംരക്ഷണം, അതുപോലെ തന്നെ എക്കോസിസ്റ്റത്തിൻ്റെ മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ 15ാമത്തെ കരഭൂമിയുടെ ജീവൻ എന്ന ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതായത് പ്രൊട്ടക്റ്റ്, റെസ്റ്റോർ ആൻഡ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ യൂസ് ഓഫ് ടെറിസ്ട്രിയൽ ഇക്കോസിസ്റ്റം, മാനേജ് ഫോറസ്റ്റ്, combat deforestation and halt and reserve land degradation and biodiversity loss എന്നുള്ളതാണ് 15ാമത്തെ ലക്ഷ്യമായി കൊടുത്തിരിക്കുന്നത്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി 12 ടാർഗറ്റുകളും 14 ഇൻഡിക്കേറ്റേഴ്സുമാണ് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. 16ാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് സമാധാനം, നീതി, ശക്തമായ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ ആവശ്യകതയിലേക്കാണ് 16ാമത്തെ ലക്ഷ്യം വിരൽ ചൂണ്ടുന്നത്. പ്രൊമോട്ട് പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പ്രൊവൈഡ് ആക്സസ് ടു ജസ്റ്റിസ് ഫോർ ഓൾ ആൻഡ് ബിൽഡ് ഇഫക്റ്റീവ്, അക്കൗണ്ടബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതാണ് 16ാമത്തെ ലക്ഷ്യമായി കൊടുത്തിരിക്കുന്നത്. ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി 12 ടാർഗറ്റുകളും 24 ഇൻഡിക്കേറ്റേഴ്സുമായിട്ടാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. 16ാമത്തെ ലക്ഷ്യം പീസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അവസാനത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് അന്താരാഷ്ട്ര സഹകരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് ലക്ഷ്യങ്ങളിലെ പങ്കാളിത്തം, അല്ലെങ്കിൽ ലക്ഷ്യ സാക്ഷാത്കാരത്തിനുള്ള പങ്കാളിത്തം. അതായത് വികസന രാജ്യങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് നേഷൻസ് നമ്മുടെ ധാരാളം വിഭവ പരിമിതികളുള്ളവരാണ്. അതുകൊണ്ട് ഡെവലപ്ഡ് നേഷൻസ് അണ്ടർ ഡെവലപ്ഡ് നേഷൻസിനെയും വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെയും സഹായിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതം. അങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണം, അതുപോലെ തന്നെ അറിവിൻ്റെ കാര്യത്തിലുള്ള സഹകരണം, ഇന്നൊവേഷൻ്റെ കാര്യത്തിലുള്ള സഹകരണം, അതുപോലെ പാർട്ട്ണർഷിപ്പ്, ഗ്ലോബൽ പാർട്ട്ണർഷിപ്പുകൾ തമ്മിലുള്ള തുടങ്ങിയവയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് 17ാമത്തെ ഏറ്റവും അവസാനത്തേതുമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി 19 ടാർഗറ്റുകളും 24 ഇൻഡിക്കേറ്റേഴ്സുമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്, ഫ്രെയിം ചെയ്തിരിക്കുന്നത്.
ഇങ്ങനെ 17 ലക്ഷ്യങ്ങളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിന് ഉള്ളത്. ഒരു തവണ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ 21 ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഓർപ്പിക്കേണ്ടിയിരിക്കുകയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഞാൻ ബാക്കി സമയക്കുറവ് കാരണം ഞാൻ കൂടുതൽ വായിക്കുന്നില്ല. അപ്പോൾ ഈ 21 കാര്യവും 21 ലക്ഷ്യങ്ങളും 17 ലക്ഷ്യങ്ങൾ നിങ്ങൾ കുറേ പരമാവധി ഓർത്ത് വേണം പരീക്ഷയ്ക്ക് പോകേണ്ടതെന്ന് ഒന്നും കൂടി ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്ലൈഡ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ 2025 സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാൻഡേറ്റ്സ് all the listed companies in India to submit a BRSR report. 2. In India, companies submitting BRSR make disclosure in the report that are largely non-financial nature. അപ്പോൾ എന്താണ് BRSR റിപ്പോർട്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. അതായത് ഇന്ത്യയിൽ 1000 കമ്പനികൾക്ക് സെബി നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് BRSR എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൽ സസ്റ്റൈനബിലിറ്റി പ്രാക്ടീസസ് എത്രത്തോളം പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് സെബി ഒരു സെറ്റ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫ്രെയിംവർക്കിൽ പറയുന്ന ചോദ്യങ്ങൾക്ക് വിവരങ്ങൾ സെബിക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് BRSR ഫ്രെയിംവർക്കിലൂടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല BRSR ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്, സെബിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, ഇനി ആൻസേഴ്സ് നമുക്കൊന്ന് വായിക്കാം. ഇത് BRSR എന്നുള്ള എക്സ്പ്ലനേഷൻ തന്നുകൊണ്ടാണ് ഞാനിത് തയ്യാറാക്കി വയ്ക്കുന്നത്. അപ്പം നോക്കി അതിൻ്റെ ഉത്തരം നോക്കി, ബി ആണ് ഉത്തരം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമേ ശരിയുള്ളൂ. ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ആ തെറ്റായതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സിവിൽ സർവീസ് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉത്തരം ശരിയായിട്ടുള്ളൂ. സോ റൈറ്റ് ആൻസർ ഈസ് ബി. അടുത്ത ചോദ്യം 2025 HSS സോഷ്യൽ സ്റ്റഡീസ് പരീക്ഷയ്ക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിച്ച ചോദ്യമാണ്. സുസ്ഥിര വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ആശയത്തിന് ഇന്ത്യയിൽ പ്രാധാന്യമുള്ളത് എന്തുകൊണ്ട്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്തുകൊണ്ട് ഇന്ത്യയിൽ ആവശ്യമാണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കിക്കേ, എന്താണ് വൈ? ഒന്ന്, പ്രകൃതി വിഭവങ്ങളിലെ ദുരിതക്ഷയമാണ്. ഉയരുന്ന ജനസംഖ്യാ സമ്മർദ്ദം, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത മൂലപ്രതികരിക്ക് നേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. റൈറ്റ് ആൻസർ ഈസ് ഡി. മുകളിൽ കൊടുക്കുന്ന പ്രകൃതി വിഭവങ്ങളെ നമ്മൾ വളരെ വേഗം ഉപയോഗിച്ച് തീർക്കുന്നു. 2, ജനസംഖ്യ കാരണം കൂടുതൽ സമ്മർദ്ദത്തിലാകുന്നു. 3, പരിസ്ഥിതി സംരക്ഷണം. അപ്പോൾ ദീസ് ആർ ദ റീസൺസ് വൈ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇന്ത്യ എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നോക്കി 2025 പബ്ലിക് കമ്മീഷൻ നടത്തിയിരിക്കുന്ന ചോദ്യത്തിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്, വൈ, എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അടുത്ത ചോദ്യവും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2025 സെപ്റ്റംബറിൽ നടത്തിയ അസിസ്റ്റന്റ് ഓഡിറ്റർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. വിച്ച് മെഷർ റിഫ്ലക്ട്സ് കേരളാസ് ഫോക്കസ് ഓൺ ക്ലൈമറ്റ് റെസിലിയൻസ്? അപ്പോൾ അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി നേരിട്ട് ബന്ധപ്പെട്ടതല്ല, എന്നാലും ക്ലൈമറ്റ് റെസിലിയൻസുമായി ബന്ധപ്പെട്ടതാണ്. ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യം വായിച്ചു കാര്യം നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞ് ബി ആണ്. കാര്യം നമുക്ക് സമയക്കുറവ് കാരണം ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് നീണ്ടുപോയി. അതുകൊണ്ട് ഞാൻ വളരെ വേഗം പോവുകയാണ്. അത് ബി റൈറ്റ് ആൻസർ നോക്കിക്കോണം. ബി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യവും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഓഡിറ്റർ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. സെപ്റ്റംബർ 2025 ചോദ്യമാണ്. അതായത് എൻവയറമെൻറ്റ് മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് 4 മൂവ്മെൻറ്റ് പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിപ്കോ മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അപ്പിക്കോ മൂവ്മെൻറ്റ്, ലോക് സദേ മീറ്റ്മെൻറ്റ്, നർമ്മദ ബച്ചാവ്. അപ്പോൾ അതിനകത്ത് ആദ്യം ഉണ്ടായ എൻവയറമെൻറ്റ് മൂവ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ചിപ്കോ മൂവ്മെൻറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ.
അടുത്ത ചോദ്യവും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സെപ്റ്റംബറിൽ 2020 ചോദിച്ച ചോദ്യമാണ്. ഗ്രീൻ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ടു അസസ് എൻവയറമെന്റ് ഇമ്പാക്റ്റ്, അതായത് ഒരു കമ്പനിയുടെ ഒരു പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഇത് നടത്തുമ്പോൾ തന്നെ അവർ എത്രത്തോളം സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഗ്രീൻ ഓഡിറ്റിൽ പരിശോധിക്കപ്പെടുന്നത്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സസ്റ്റൈനബിലിറ്റി ഇമ്പാക്റ്റ്, എൻവയറമെന്റൽ ഇമ്പാക്റ്റ്, അതായത് ഒരു വ്യവസായ സ്ഥാപനം ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോഴത്തേന് അത് എൻവയറമെന്റിനെ അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി ഏത് രീതിയിലാണ് ബാധിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ് ഗ്രീൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ ചോദിച്ചിരിക്കുന്നത്. അത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സെപ്റ്റംബറിൽ ചോദിച്ച ചോദ്യമാണ്. അടുത്ത ചോദ്യവും കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചോദ്യം വന്നാണ്. സെപ്റ്റംബർ 25 ചോദ്യമാണ്. എൻവയറമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സമയക്കുറവ് കാരണം ഞാൻ കൂടുതൽ വായിക്കുന്നില്ല. അപ്പോൾ റൈറ്റ് ആൻസർ വായിക്കണം. വാട്ട് ആർ ദ കീ സ്റ്റേജസ് ഓഫ് എൻവയറമെന്റ് ഇമ്പാക്റ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് ആണ് ചോദിക്കുന്നത്. പ്രധാനമായിട്ട് സ്ക്രീനിങ് നടത്തണം, സ്കോപ്പിംഗ് നടത്തണം, ഇമ്പാക്ട് പ്രൊഡിക്ഷൻ നടത്തണം, മിറ്റിഗേറ്റ് നടത്തണം, മോണിറ്ററിംഗ് നടത്തണം. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻ ദ എൻവയറമെന്റ് ഇമ്പാക്റ്റ് അസസ്മെന്റ്. അതായത് എൻവയറമെന്റ് റൂൾ പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം എൻവയറമെന്റ് ഇമ്പാക്റ്റ് അസസ്മെന്റ് നടത്തേണ്ടതാണ്. അത് ഏതൊക്കെ കമ്പനികൾക്കാണ് നടത്തേണ്ടത്, ഏതൊക്കെ ഫാക്ടറികൾക്കാണ് നടത്തേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഞാൻ മറ്റൊരു അവസരത്തിൽ നിങ്ങളുമായി ആശയം പങ്കുവയ്ക്കാം. പക്ഷേ സമയക്കുറവ് കാരണം ഞാൻ എൻവയറമെന്റ് ഇമ്പാക്റ്റ് അസസ്മെന്റ് എന്താണെന്നും അത് ഏതുതരം ഫാക്ടറികൾക്കാണ് പ്രാബല്യം എന്നുള്ളത് സംബന്ധിച്ച് വിശദമായ ഒരു ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും എൻവയറമെന്റ് ഇമ്പാക്റ്റ് അസസ്മെന്റിന്റെ സ്റ്റേജസ് ആണ് സ്ക്രീനിങ്, സ്കോപ്പിംഗ്, ഇമ്പാക്ട് പ്രൊഡിക്ഷൻ, മിറ്റിഗേഷൻ ആൻഡ് മോണിറ്ററിംഗ് എന്ന് മാത്രം നിങ്ങൾ ഈ അവസരത്തിൽ ഓർത്തിരിക്കും. അടുത്ത ചോദ്യവും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയാണ്. സെപ്റ്റംബർ 25 ചോദ്യമാണ്. വാട്ട് ആർ ദ കീ കൺസിഡറേഷൻ ഫോർ സസ്റ്റൈനബിൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്? അതായത് സുസ്ഥിരമായ ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിനുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? അതായത് ഇതിനകത്ത് എൻവയറമെന്റൽ സസ്റ്റൈനബിൾ ആയിരിക്കണമോ, സോഷ്യൽ റെസ്പോൺസിബിൾ ആയിരിക്കണമോ, എക്കണോമിക് വയബിലിറ്റി ഉണ്ടായിരിക്കണമോ, ഇൻസ്റ്റിറ്റ്യൂഷൻ കപ്പാസിറ്റി ആൻഡ് ഗവേണൻസ്, അപ്പോൾ ഏതായിരിക്കണം? അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. സോ റൈറ്റ് ആൻസർ ഈസ് ഡി. അടുത്ത ചോദ്യവും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെതാണ്. വിച്ച് ഈസ് ഫസ്റ്റ് ഫുള്ളി ഓർഗാനിക് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? അത് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ആദ്യമായിട്ട് ഫുള്ളി ഓർഗാനിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? സിക്കിം ഈസ് ദ റൈറ്റ് ആൻസർ. ഞാൻ മുമ്പ് നിങ്ങളോട് വിശദീകരിച്ചാണ് ക്യോട്ടോ പ്രോട്ടോക്കോളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ. ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് എമിഷനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു പ്രോട്ടോക്കോളാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. അത് ഓർത്തിരുന്നിട്ട് ബാക്കിയുള്ള എല്ലാം വായിക്കണം. അതിനകത്ത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരു പുതിയ പാറ്റേണിലുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഇത് സബ് ഇൻസ്പെക്ടർ പോലീസ് ആംഡ് പോലീസിന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഗസ്റ്റ് 2025 ചോദിച്ച ചോദ്യമാണ്. SI സെലക്ഷന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിച്ച ചോദ്യമാണ് ക്യോട്ടോ പ്രോട്ടോക്കോളിനെ സംബന്ധിച്ച്. ആ പ്രോട്ടോക്കോളിലെ സമയക്കുറവ് കാരണം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ ചോദ്യങ്ങൾ വായിച്ചോണം. അപ്പോൾ റൈറ്റ് ആൻസർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്താണെന്ന്, പാരീസ് അഗ്രിമെന്റ് എന്താണെന്ന് തുടങ്ങിയ ആ പ്രോട്ടോക്കോളുകളെല്ലാം വായിച്ചിട്ട് മാത്രമേ നിങ്ങളെ പരീക്ഷയ്ക്ക് പോകാവൂ. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ഇത് പ്രധാനമായിട്ടും ഉള്ളതെന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 17 സസ്റ്റൈനബിൾ ഗോൾസിൽ ഞാൻ 1 മുതൽ 17 വരെയുള്ള സസ്റ്റൈനബിൾ ഗോൾസ് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചതാണ്. അപ്പോൾ ആ 17 ഗോൾസിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഹൗ മെനി ഡെവലപ്മെന്റ് ഗോൾസ് ആർ ദെയർ? 17 നിങ്ങൾക്കറിയാം. പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് സസ്റ്റൈനബിൾ 1, ഹങ്കർ 2, ഓർത്തിരിക്കുക. ദെൻ ക്വാളിറ്റി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടത് ഏതാണ്? 4. അതുപോലെ തന്നെ ക്ലൈമറ്റ് ഞാൻ പറഞ്ഞാറുണ്ട്, വളരെ ശ്രദ്ധിച്ചോണം. 13ാമത്തെ സസ്റ്റൈനബിൾ ഗോളാണ് ക്ലൈമറ്റ്. ദെൻ എയിംസ് ടു പ്രൊമോട്ട് പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി 16ാമത്, അതായത് ഏറ്റവും അവസാനത്തിന് തൊട്ട് മുമ്പിലുള്ളതാണ് പീസ്ഫുൾ സൊസൈറ്റി എന്ന് പറയുന്നത്. ദെൻ ടാർഗറ്റ്, അതായത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഏത് വർഷത്തോടു കൂടിയാണ് നമ്മൾ അച്ചീവ് ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്? 2030. 2015 തുടങ്ങിയത്. ആ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തുടങ്ങുന്നത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് 2015 തീർന്നു. 2015 മുതൽ അടുത്ത 15 വർഷത്തേക്കുള്ള 2030 അവസാനിക്കാത്ത രീതിയിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് യുണൈറ്റഡ് നേഷൻസ് ആവിഷ്കരിച്ചിരിക്കുന്നത്. സോ 2030 ഉത്തരം. അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിനെ സംബന്ധിച്ച് പ്രതിപാദിപ്പിച്ചിരിക്കുന്നത് ഏതാണ്? സസ്റ്റൈനബിൾ 2 ആണ്, ഹങ്കറിൻ്റെ കാര്യം. ഞാൻ അപ്പം പ്രത്യേകിച്ച് പറഞ്ഞായിട്ട് ഓർക്കണം.
ദെൻ സസ്റ്റൈനബിൾ ടൂറിസത്തിനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് സസ്റ്റൈനബിൾ 8ആണ്. ദെൻ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് അത് പറഞ്ഞിരിക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് 7ആണ്. അത് നടപ്പിലാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ധാരണ ഇല്ലെങ്കിൽ അന്താരാഷ്ട്ര സഹായങ്ങൾ ഇരിക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് 7ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സസ്റ്റൈനബിൾ ഇന്ത്യയിൽ ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം ആഗോളതലത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇന്ത്യയിൽ ഇതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്, ഇന്ത്യയിൽ ഇത് ആരാണ് ചുമതല നൽകുന്നത്, എന്താണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ തുടങ്ങിയവയാണ്. അപ്പോൾ 2025 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 99ആണ്. ആദ്യമായിട്ടാണ് 100-നകത്ത് ഇന്ത്യ എത്തുന്നത്. നമ്മുടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 66.95. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും, ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ 2025 കണക്കുകൾ ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 167 രാജ്യങ്ങളുള്ളതിൽ 99ാമത്തെ റാങ്കാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ റാങ്ക് 66.95ആണ്. അപ്പോൾ ആ സസ്റ്റൈനബിൾ ഇൻഡെക്സ് ഗ്ലോബൽ റാങ്കിൽ ഒന്നാമത് വരുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് ഫിൻലാൻഡാണ് ഒന്നാമത്തെ രാജ്യം, രണ്ടാമത്തെ രാജ്യം സ്വീഡനാണ്, മൂന്നാമത്തെ രാജ്യം ഡെൻമാർക്കാണ്. അപ്പോൾ നിങ്ങളുടെ പറയാം, ഫസ്റ്റ് ഫിൻലാൻഡ്, 2 സ്വീഡൻ, മൂന്നാമത്തത് ഡെൻമാർക്ക്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 99ആണ്. ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത് 66.95ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടി ഞാൻ 2-3 രാജ്യത്തെ ഇൻഡെക്സ് കൂടെ കൊടുത്തു. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അത് ഒരു താരതമ്യ പഠനത്തിന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ചൈനയുടെ 49ആണ്, ഭൂട്ടാൻ 74-ാമതാണ്, ശ്രീലങ്ക 93-ാമതാണ്, ബംഗ്ലാദേശ് പാകിസ്ഥാനും വളരെ പുറകിലാണ്, 114, 140. പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ, നേപ്പാൾ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇന്ത്യ ആ ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ സസ്റ്റൈനബിൾ ഗ്ലോബൽ ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്കായും കുറച്ച് മുന്നിലാണ് എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഇന്ത്യയിലുള്ള പല മേഖലകളിലും ഇന്ത്യയിലെ മികച്ച നേട്ടം നമ്മൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് 2025 ആ 100 രാജ്യത്തിലേക്ക് അത് ഒരു രാജ്യമായി ഇന്ത്യക്ക് മാറാൻ കഴിഞ്ഞത്. അത് സമീപഭാവിയിൽ തന്നെ ഈ ഭൂട്ടാനെ, നേപ്പാളിനെയൊക്കെ കവച്ച് വയ്ക്കുകൊണ്ടുള്ള നേപ്പാളിനെയൊക്കെ ചൈനയെക്കായും ഒക്കെ മുന്നിൽ വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ കീപ്പർ പരീക്ഷ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒക്ടോബർ മാസം 2020 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യമാണ് മുമ്പ് കൊടുത്തിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ റാങ്കിൻ്റെ UN സുസ്ഥിര സമിതി റിപ്പോർട്ട് റാങ്കിങ് 2020 ഉൾപ്പെട്ട രാജ്യങ്ങളെ പട്ടിക ചുവടെ ചേർക്കുന്നു. ശരിയായത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. 1ാം സ്ഥാനം ഫിൻലാൻഡ്, ശരിയോ തെറ്റോ? 2ാം സ്ഥാനം സ്വീഡൻ, ശരിയോ തെറ്റോ? 3ാം സ്ഥാനം ഇന്ത്യ, ശരിയോ തെറ്റോ? ഇപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 3ാം സ്ഥാനം ഇല്ലെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ സ്ഥാനം 99ആണ്. 1ാം സ്ഥാനം ഫിൻലാൻഡാണ്, 2ാം സ്ഥാനം സ്വീഡനുമാണ്. അതിന് ശരിയാണ്. സോ റൈറ്റ് ആൻസർ ഡി ആണ്. 1ഉം 2ഉം മാത്രം ശരി. 3ാമത്തെ സ്ഥാനം ഇന്ത്യക്കല്ല, ഇന്ത്യയുടെ സ്ഥാനം 99ആണ്. ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങളൊരു അധിക വായനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അതേ ഇൻഫർമേഷന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 17 ലക്ഷ്യങ്ങളാണുള്ള. ആ 17 ലക്ഷ്യത്തിലും ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്, ഇന്ത്യയുടെ സ്കോറിൻ്റെ ഇൻഡെക്സ് എത്രയാണെന്നുള്ളതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അത് 2020, 2021 കൊടുത്തിട്ടുണ്ട്, 23, 24 കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നിലെയും നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇതൊന്ന് നോക്കണം. ഇന്ത്യയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എത്രയാണ്, ഹങ്കറിന് എത്രയാണ്, വിദ്യാഭ്യാസത്തിന് എത്രയാണ്, എഡ്യൂക്കേഷൻ എത്രയാണ്, ആ 17 ലക്ഷ്യത്തിലും ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നുള്ളത് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ റാങ്ക് എത്രയാണെന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഇന്നത്തെ സ്ഥിതി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഒരു ഗ്രാഫ് ഉപകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സമയം കിട്ടുമ്പോൾ ഒരു അധിക വായനയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് മുമ്പിൽ അത് അവതരിപ്പിക്കുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ പെർഫോമൻസ് അത് എത്രത്തോളമായിരുന്നു, എത്രത്തോളമാണ്, ഇല്ലെങ്കിൽ അത് മറ്റു പല ലോകരാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോഴത്തേന് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് തുടങ്ങിയ സംബന്ധിച്ചുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിച്ച് ഓർഗനൈസേഷൻ റിലീസസ് ഏത് സ്ഥാപനമാണ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത്? നീതി ആയോഗാണ് തയ്യാറാക്കുന്നത്.
പിന്നെ ഞാൻ വളരെ വിശദമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സമയക്കുറവ് കാരണം ഞാൻ ഒന്നൊന്നായിട്ട് വായിച്ച് വിശദീകരിക്കാനായി ഉദ്ദേശിക്കുന്ന കാര്യം ഇപ്പം തന്നെ പിന്നെ വീഡിയോ ഒരുപാട് ലെങ്തായി പോയതുകൊണ്ട് ഞാനത് നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോഴത്തേനും നിങ്ങൾ ഒന്നൊന്നായി ഇത് വായിച്ചതിന് പോസ് ചെയ്ത് കാണണം, വായിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാര്യം സമയക്കുറവ് കാരണമാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇന്ത്യയിൽ ഇതിന് പ്രധാനമായും ചുക്കാൻ പിടിക്കുന്നത്, നടപ്പിലാക്കാനായി പലവിധ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നത് നീതി ആയോഗാണ്. 2018 മുതലാണ് നീതി ആയോഗ് ഒരു കോമ്പോസിറ്റ് ഫ്രെയിം വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വിലയിരുത്തുന്നത്, പല ടാർഗറ്റുകളുടെ അടിസ്ഥാനത്തിൽ അവർ വിലയിരുത്തുന്നത്. 2018 മുതൽ തന്നെ ഒന്നാം സ്ഥാനത്ത് കേരളമാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ 2023-24 കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ റാങ്ക് 79ആണ്. അത് മറ്റു പല സംസ്ഥാനങ്ങളും അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അഭിമാനാർഹമായ ഒരു പ്രവർത്തനമാണ് സുസ്ഥിര വികസന മേഖലയിൽ കേരളം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള ചോദ്യവും ഞാനിവിടെ അസേർഷൻ ആൻഡ് റീസണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അസേർഷനും പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ വായിച്ചിട്ട് വേണം, ഇല്ലെങ്കിൽ ഇത് കണ്ട് 2-3 തവണയായിട്ട് ഈ വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരം കൃത്യമായി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. റിപ്പീറ്റ് ചെയ്ത് കാണണം എന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. കണ്ടുവരുന്നത് അത് പബ്ലിക് സർവീസ് കമ്മിറ്റി നടത്തുന്ന പരീക്ഷയായാലും ശരി, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മിറ്റി നടത്തുന്ന പരീക്ഷയായാലും ശരി, ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെൻറ്റ് ബോർഡായാലും ശരി, മറ്റൊരു സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയായാലും ശരി, നിരവധി ചോദ്യങ്ങൾ സുസ്ഥിര വികസന മേഖലയിൽ നിന്നും പ്രകൃതി സംരക്ഷണ മേഖലയിൽ നിന്നും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മേഖലയിൽ നിന്നുമൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുസ്ഥിര വികസനത്തെ സംബന്ധിച്ചുള്ള അറിവ്, കാലാവസ്ഥ വ്യതിയാനത്തെ സംബന്ധിച്ചുള്ള അറിവ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള അറിവൊക്കെ ഒരു മത്സരാർത്ഥി എന്നുള്ള രീതിയിലും ഒരു സമൂഹത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിലും ഞങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. ഇത്തരം അറിവുകൾ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്സിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഞങ്ങൾ ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകൾ ഇനിയും ഇടുന്നതാണ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.